ആ മറുപടി കൊടുത്തതിൽ ഏറ്റവും ശക്തമായി കൊടുക്കപ്പെട്ട ഒരാളാണ് ഇബ്നു തൈമിയ. ഇബ്നു തൈമിയെ സ്നേഹിച്ച് പേരോട് മൗലവി വന്നപ്പോൾ അയാൾക്ക് ഇബ്നു തൈമിയ തൗബ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു ഹജർ തങ്ങളെ വിമർശിക്കേണ്ടി വന്നു. ഇതാണ് ഇവിടെ ഉണ്ടായ സംഭവം. ഇബ്നു തൈമിയ തൗബ ചെയ്തുവെന്നും അതുപോലെ തന്നെ ഇബ്നു ഹജർ ഹൈതമിയെ നിന്ദിക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. എന്നാലും ഈ വിഷയത്തിൻ്റെ പൂർത്തീകരണമായി പേരോടിൻ്റെ ആ സംസാരം ഇടക്ക് നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹം പറഞ്ഞ ആ ആഴത്തിലുള്ള അബദ്ധം ഇബ്നു ഹജർ തങ്ങളെക്കുറിച്ച് ചെറിയ രൂപത്തിലല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പം മനസ്സിലാവും അതിൻ്റെ ആഴം എത്രയുണ്ടെന്ന്. ഒന്ന് കേൾപ്പിച്ചു കൊടുത്തു. وكتبه أحمد بن تيمية ثم أشهدوا عليه أنه تاب مما ينافي ذلك مختارا. അങ്ങനെ നേരത്തെ അതിനെതിരായിട്ട് അദ്ദേഹം ചിലപ്പോൾ പറഞ്ഞു പോയതോ എഴുതിപ്പോയതോ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം അദ്ദേഹം തൗബ ചെയ്തു എന്നതിന് അവർ സാക്ഷികളെയും നിർത്തി. മുഖ്താറൻ, ആരും നിർബന്ധിച്ചിട്ടൊന്നല്ല, യഥേഷ്ടം തന്നെ. وذلك في خامس عشر ربيع الأول سنة 707. അങ്ങനെ 707 കൊല്ലത്തിലാണത്. അങ്ങനെ وشهد عليه بذلك جمع من العلماء وغيرهم. ധാരാളം പണ്ഡിതന്മാരും ഒരുപാട് ആളുകളും അതിനവിടെ സാക്ഷി നിന്നു. വസക്കനൽ ഹാൽ, അങ്ങനെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിവാദവും പ്രശ്നവും അദ്ദേഹത്തെ ജയിലടക്കിയ പ്രശ്നവും ഒക്കെ അതോടുകൂടി അടങ്ങുകയും ചെയ്തു. വൗഫുരിജ അൻഹു, അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രശ്നമൊക്കെ അദ്ദേഹത്തിനും പരിഹരിക്കപ്പെട്ടു. വസക്കനൽ ഖാഹിറ, അദ്ദേഹം കൈറോവിൽ പിന്നെ താമസിക്കുകയും ചെയ്തു. ഇതിപ്പോൾ അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ അദ്ദേഹം എഴുതി ഒപ്പിട്ട് കൊടുത്താണ്. അദ്ദേഹമാണെങ്കിലോ അദ്ദേഹത്തെ സംബന്ധിച്ച് ഹാഫിദുൽ ദഹബിയും മറ്റു പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് അള്ളാഹനല്ലാതെ വേറെ ആരെയും പേടിക്കൂല. അപ്പോൾ അദ്ദേഹം പിന്നെ എഴുതി ഒപ്പിട്ടെടുത്തില്ലേ. അപ്പോൾ പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും ഇതിന് വിരുദ്ധമായ ആശയം നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്. അത് അദ്ദേഹം ആദ്യം എഴുതി പിന്നെ തൗബ ചെയ്തതോ അല്ലെങ്കിൽ അദ്ദേഹം പിന്നെയും അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വീണ്ടും അങ്ങനെ പറഞ്ഞതോ, ഇതൊന്നും നമ്മൾ നോക്കണ്ടില്ല. അല്ല, അള്ളാഹ് നോക്കണ്ടിയല്ലേ. നമുക്ക് അതിൻ്റെ ഡ്യൂട്ടി ഇല്ലല്ലോ. നമ്മളെ ഡ്യൂട്ടി എന്താണ്? അദ്ദേഹം അശ്അരി മദ്ഹബ് അംഗീകരിച്ചതായി എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് കളവ് ഉദ്ധരിക്കുന്ന ആളൊന്നുമല്ല ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു. ഇബ്നു ഹജർ അസ്കലാനി അദ്ദേഹത്തെ ഇകഴ്ത്തി താഴ്ത്തണമെന്ന് വിചാരിച്ച് പറയുന്ന ആളുമല്ല. ഇബ്നു ഹജർ ഹൈതമിയെ സംബന്ധിച്ച് ചിലർ അങ്ങനെ എന്തിൻ്റെ ആരോപണം പറയാറുണ്ട്. ഇബ്നു അസ്കലാനിയെ സംബന്ധിച്ച് അങ്ങനെ ആരും ഒരാരോപണം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, പറയാൻ വകുപ്പുമില്ല. കാരണം ഇതിന്റെ തുടക്കത്തിൽ ഇബ്നു തൈമിയ്യന്റെ പാണ്ഡിത്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, ഈ നൂറ്റാണ്ടിൽ അഹ്ലുസുന്നയുടെ പേരിൽ വന്ന് വ്യാജ പണ്ഡിതന്മാർ പറഞ്ഞ ഏറ്റവും വലിയ അബദ്ധമാണ് നമ്മൾ ഈ കേട്ടത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അടുത്ത കാലത്തൊന്നും AP സമസ്തക്ക് കഴിയില്ല. എന്താണ് പറഞ്ഞ്? ഇബ്നു തൈമിയ ഞാൻ അശ്അരിയാണ്, അതിൽ നിന്ന് തൗബ ചെയ്തിട്ടുണ്ട് എന്ന് ഇബ്നു തൈമിയ പ്രഖ്യാപിച്ചു. അത് സ്വന്തം കൈപ്പടയിൽ എഴുതി കൊടുത്തു. അത് ഇബ്നു ഹജർ അസ്കലാനി രേഖപ്പെടുത്തി എന്ന് തുടങ്ങിയ ഒരുപാട് വിടുവായിത്തങ്ങൾ അതിൽ പറയുന്നുണ്ട്. കളവുകളാണ് മുഴുവനും. ഇബ്നു തൈമിയയുടെ കൈപ്പടയിൽ അവിടെ എഴുതി കൊടുത്ത വിവരമല്ല പറയുന്നത്. ഒരാൾ മറ്റൊരാൾക്ക് കത്ത് എഴുതിയപ്പോൾ ആ കത്തിൽ ഇങ്ങനെ ഒരു സംഭവം മറ്റൊരാൾ ഉദ്ധരിച്ചതാണ്. അല്ലാതെ ഇബ്നു തൈമിയയുടെ കൈപ്പടയൊന്നും അവിടെ അല്ല. ഈ പറഞ്ഞ തൗബ മുസ്ലിം ലോകം തള്ളിക്കളഞ്ഞതാണ്. തൗബ ചെയ്തു എന്ന് പറയാൻ പാടില്ല ഇബ്നു തൈമിയയെ സംബന്ധിച്ച്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇബ്നു ഹജർ തങ്ങളുടെ നിലപാട് തന്നെയാണ്. കാരണം ഇയാൾ വായിച്ച അദ്ദുററുൽ കാമിന ഇബ്നു ഹജർ തങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദായ ഇബ്നു ഹജർ അസ്കലാനിയുടേതാണ്. അസ്കലാനി ഇമാമിന്റെ ഗ്രന്ഥം ഏറ്റവും ആദ്യം കണ്ട ആളാരാ? അവരുടെ ശിഷ്യനല്ലേ ഇബ്നു ഹജർ തങ്ങൾ. അപ്പൊ അവർ ഈ കാണാത്തതാണോ ഇപ്പൊ ഇയാൾ എവിടുന്നോ വലിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്? അത് ഇയാൾ തന്നെ മുമ്പ് വാഴക്കാട് വെച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതയാൾ കുടുങ്ങിയപ്പോൾ പറഞ്ഞതാണ്.
നിർബന്ധിക്കപ്പെട്ടപ്പോൾ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. അതിൻ്റെ തെളിവെന്താ? ഈ പറയുന്നത് 707 ഹിജറ. അയാൾ മരിക്കുന്നത് ഹിജറ 728 20 കൊല്ലം ശേഷം ജീവിച്ചിട്ടുണ്ട്. ആ കാലത്ത് അയാളുടെ എല്ലാ പടച്ചവാദങ്ങളും അയാൾ വാദിച്ചിട്ടുണ്ട്. മാത്രമല്ല, അയാളുടെ ശിഷ്യൻ ഇബ്നു അബ്ദുൽ ഹാദിയും ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയുമൊക്കെ അതേ ആശയത്തിൽ തന്നെ ജീവിക്കുകയും ചെയ്തു. മാത്രമല്ല, അയാളെ പിന്നെയും 4 പ്രാവശ്യം ജയിലിൽ അടക്കപ്പെടുകയും ജയിലിൽ വെച്ച് അയാൾ മരിക്കുകയും ചെയ്തു. അങ്ങനെയല്ലേ ചരിത്രം? അപ്പൊ ഇതൊരു പ്രഹസനം മാത്രമായിരുന്നു, തള്ളിക്കളഞ്ഞതാണ് ആളുകൾ. അതാണ് തെളിവുകൾ സംസാരിച്ചത്. അപ്പൊ ഉലമാ തള്ളിക്കളഞ്ഞവരും ഇയാൾ തന്നെ തള്ളിക്കളഞ്ഞതാണ്. എന്നിട്ട് അത് എടുത്തുകൊണ്ടുവന്ന് ഇബ്നു തൈമിയെ നന്നാക്കാനുള്ള ശ്രമം. അതിൻ്റെ ഒടുവിലാണ് ഇബ്നു ഹജർ ഹൈതമിയെ കുറിച്ച് പറഞ്ഞപ്പോ ചിലർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, കള്ളത്തരം പറയുമെന്ന്. ആരായി ചിലർ? വഹാബികൾ, പുത്തൻവാദികൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഉറപ്പല്ലേ ഉന്നയിക്കുന്നുള്ളത്? പുത്തൻവാദികളുടെ അതിശക്തമായ വിരോധിയായിരുന്നു ഖാതിമത്തുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജറുൽ ഹൈതമി. ആർക്കാ അതിൽ സംശയമുള്ളത്? അതാണ് ഈ വിഷയത്തിൽ ബോധമുള്ള എല്ലാവരും ഇടപെട്ടത്. പകര ഉസ്താദ് ഇതിന് മറുപടി പറഞ്ഞു എന്ന് ഞാൻ പറയുമ്പോൾ ഏതൊരു വിദ്വാൻ പറയുന്ന ഒരു ക്ലിപ്പ് ആരോ എനിക്കിട്ട് തന്നു. പകര ഉസ്താദ് നേരത്തെ പറഞ്ഞത് എടുത്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ അവതരിപ്പിച്ചതാണ്. ഒരിക്കലുമല്ല. അദ്ദേഹം നേരത്തെയും അത് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതിൽ അവസാനിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ പേരോട് ഈ പ്രസംഗം നടത്തിയതിന് ശേഷവും അവസരം കിട്ടിയ സ്റ്റേജിൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മരണം നടന്നതിൻ്റെ 40ാമത്തെ ദിവസത്തെ ചടങ്ങിൽ വെച്ച് തന്നെ അദ്ദേഹം ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നൊരു സംഗതിയുണ്ട്. ഇബ്നു ഹജറുൽ ഹൈതമിയെ ആക്ഷേപിക്കാൻ ആർക്കും അധികാരമില്ല. ഇബ്നു ഹജറുൽ ഹൈതമി ഇബ്നു ഹജറുൽ അസ്ഖലാനിയേക്കാൾ ഈ വിഷയത്തിൽ അഗ്രഗണ്യനാണ്. അതൊന്ന് കേട്ടോളൂ. പകര ഹസനി ഉസ്താദ് പറയുന്നത്. തർക്കിക്കപ്പെടുന്ന ആളല്ല. അസ്ഖലാനിയേക്കാൾ ഷാഫി മദ്ഹബിൽ ഇമാം ഷാഫിയുടെ നുസൂസുകൾ ഇഹാദ ചെയ്ത അസ്ഖലാനി എന്നുള്ള ഇബ്നു ഹജർ ഹൈതമിയുടെ ഉസ്താദിന്റെ ഉസ്താദാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഇബ്നു ഹജർ ഹൈതമിന്റെ അരികിലേക്ക് എത്തുകയില്ല. ഫിഖ്ഹിൽ ഹൈതമി തങ്ങൾ തഹ്ഫയിൽ ഉദ്ധരിച്ച ഉദ്ധരണികളുടെ 101 പോലും അസ്ഖലാനി തങ്ങൾ ഉദ്ധരിച്ചിട്ടില്ല. കഴിവില്ല എന്നല്ല, അവർ ഹദീസിൽ വളരെ കഴിവുള്ളവരാണ് ഇബ്നു ഹജർ ഹൈതമിയേക്കാൾ. പക്ഷെ ഫിഖ്ഹിൽ ഇബ്നു ഹജർ ഹൈതമിയുടെ അരികിലേക്ക് എത്താൻ അസ്ഖലാനിക്ക് കഴിയില്ല. അസ്ഖലാനിയും വലിയ പണ്ഡിതനാണ്, ഇബ്നു ഹജർ ഹൈതമിയും വലിയ പണ്ഡിതന്മാരാണ്. ഫിഖ്ഹിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഹൈതമിയും ഹദീസിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് അസ്ഖലാനിയുമാണ്. അവരെല്ലാവരും ഉസ്താദുമാരും ശിഷ്യന്മാരുമാണ്. അപകടങ്ങൾ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ ഇയാൾ ഇകയത്തിയപ്പോൾ പകര ഉസ്താദ് അതിന് മറുപടി പറയുകയാണ്. അതാ പറഞ്ഞത്, പകര ഉസ്താദിന് പകരം നിങ്ങളെ കൂട്ടത്തിൽ ആരുമില്ല. കാരണം അത് കൃത്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ നന്മ ചെയ്താൽ ആ നന്മ എടുത്തു പറയും. ഒരുപക്ഷെ അദ്ദേഹം നമ്മളെ നേരത്തെ വിമർശിച്ചിട്ടുണ്ടാവും, അന്ന് നമ്മളേക്ക് മറുപടിയും പറഞ്ഞിട്ടുണ്ടാവും. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അതേസമയത്ത് ഇന്ന് അദ്ദേഹം ഒരു സത്യം പറഞ്ഞപ്പോൾ അതിനെ നമ്മൾ എടുത്ത് പ്രശംസിക്കുകയും തീർച്ചയായും നിങ്ങളെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് പകരം വെക്കാൻ ആളില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. സുലൈമാൻ ഉസ്താദ് പേരിന് പെങ്ങളെ പ്രസിഡന്റ് അല്ലേ? പക്ഷേ സുലൈമാൻ ഉസ്താദിൻ്റെ ആശയം, ഉസ്താദ് അവറുകളുടെ ജീവിതം, അതിനെ പ്രശംസിക്കേണ്ടതുണ്ട്. ആ വിനയം എടുത്തു പറയേണ്ടതുണ്ട്. ഞങ്ങളെ മശായിഖ് അതിനെ വരച്ചു കാണിച്ചത് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ചുരുക്കത്തിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനിയേക്കാൾ പ്രത്യേകിച്ച് ഫിഖ്ഹിൽ വലിയ കഴിവുള്ള ആളാണ് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി. മാത്രല്ല, ഞാൻ പറഞ്ഞില്ലേ,